ശിവസ്മൻ ചാനലിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവർക്കും സ്വാഗതം. എപ്പോഴുള്ള വീഡിയോ പോലെ തന്നെ ഇതും ഒരു 5 മിനിറ്റിൻ്റെ ചെറിയ വീഡിയോ. പിന്നെ ഈ വീഡിയോയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമുണ്ട്, പറ്റുമെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ടെന്ന് കാണും. അതെന്ന് വെച്ചാൽ വഴിയെ പറയാം. പിന്നെ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോകളുടെ തുടർച്ച. നെല്ലിയാമ്പതി യാത്രയുടെ ഭാഗമായിട്ടേ കുറച്ച് ഭാഗങ്ങളായിട്ടുള്ള വീഡിയോകൾ യൂട്യൂബിൽ കണ്ടമാനം വീഡിയോകൾ നിറഞ്ഞു നിൽക്കേ ആർക്കും ഇപ്പോൾ ഈ ലോങ് വീഡിയോ ഒന്നും കാണാൻ ക്ഷമയുണ്ടാവില്ല. അതാണ് നമ്മളിപ്പോൾ 5 മിനിറ്റിൻ്റെ ചെറിയ വീഡിയോകൾ ചെയ്തു വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഭാഗങ്ങളും അത്യാവശ്യം കാര്യങ്ങളും. കഴിഞ്ഞ വീഡിയോയെ നെല്ലിയാമ്പതി കയറി വരുമ്പോൾ ഒരു ചെറിയൊരു അയ്യപ്പ ക്ഷേത്രം കാണാം, അവിടെ വെച്ച് നിർത്തി വെച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള വീഡിയോ, അതിന് മുമ്പത്തെ വീഡിയോ ചുരം കയറുന്ന മുമ്പേ ഒരു ചെക്ക് പോസ്റ്റ് ഇട്ടു. അതൊക്കെയായിരുന്നു നെല്ലിയാമ്പതി യാത്രയുടെ മുമ്പത്തെ വീഡിയോകൾ. എന്നുവെച്ചാൽ കുറച്ച് ഭാഗങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കാണ്ട്. അപ്പോൾ ആ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നെല്ലിയാമ്പതിക്ക് പുതുതായിട്ട് വരുന്നവർക്കൊക്കെ ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയുടെ ടോപ്പ് എൻഡിലെത്തി. ഇവിടെ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ തിരക്കില്ലാത്തൊരു സ്റ്റേ കിട്ടി. നമ്മുടെ ചുരം അങ്ങോട്ട് കയറി കുറേ അങ്ങോട്ട് ഭാഗത്തുമ്പോൾ 2 റോഡായിട്ട് തിരിയുന്ന ഭാഗത്തും അവിടെ ഒരു നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കേശവംപാറ, കാരപ്പാറ എന്നീ സ്ഥലങ്ങളിലേക്ക് പോവാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ വീഡിയോകളൊക്കെ പിന്നാലെ വരും. പിന്നെ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നേരത്തെ പറഞ്ഞ കേശവംപാറ ഭാഗത്തേക്ക് പോകാണ്ട് പിന്നെ നമ്മൾ എത്തുന്നത് പുലയമ്പാറ എന്നുള്ള ഭാഗത്താണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഈ വീഡിയോയിൽ ടെസ്റ്റ് ഉണ്ടായി, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. അതെന്ന് വെച്ചാൽ നമ്മളീ പോണ വഴിയിൽ ഒരു പുള്ളിപ്പുലിനെ കണ്ടു. നമ്മൾ ഈ സ്റ്റേ ചെയ്ത ഭാഗത്തെത്തിയ ശേഷമേ അവിടുത്തെ ആളുകൾ പറഞ്ഞേ ഇങ്ങനൊരു വഴിയുണ്ട്, അതിൽ പോയാൽ അത്യാവശ്യം മൃഗങ്ങൾ കാണാം, കാട്ടുപോത്തിന് മാന്യം കാണാൻ പറ്റുമെന്ന് പറഞ്ഞുള്ളൂ. പിന്നെ അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോണ സമയം ഒരു 5 മണി കാണും. വിജനമായ തേയിലത്തോട്ടങ്ങളുടെ വഴി. ആരും കാണാണ്ടായപ്പോൾ പേടിയൊക്കെ തോന്നിയിട്ട. മെയിൻ പേടി ആനന്. പിന്നെ നോക്കിയാൽ തേയിലത്തോട്ടങ്ങളുടെ സൈഡിലൊക്കെ കാടുകളാണ്. അപ്പോൾ ഒരു പേടിയില്ലാണ്ടിരിക്കില്ലല്ലോ. എന്തൊക്കെയായാലും പുലിയെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലട്ടാ. അപ്പോൾ പുലിയെ കണ്ട ക്രെഡിറ്റ് നമ്മുടെ മൂത്ത ആള് പൊന്നൂനാണ്. ഈ റോഡ് അങ്ങോട്ട് കഴിഞ്ഞിട്ടൊരു വളവുണ്ട്. ആ വളവ് കാരണം ഞാൻ ഡ്രൈവിനെ കൂടുതൽ ശ്രദ്ധിച്ചു. ഇവിടെ പുള്ളി നോക്കിക്കണ നമ്മളെ കയറി പോണ്. എന്റെ ദൈവമേ ഈശ്വരാ, പുലി നമ്മൾ നോക്കിക്കണ്. പുലി ഇവിടെ ഇണ്ടാ. എങ്ങനെയുണ്ട്? പുലിനെ കണ്ടപ്പോഴാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ കണ്ടത്. ദൈവത്തിന് ശാസ്താവിനൊക്കെ വിളി കേട്ടില്ലേ? അലക്കണല്ലട്ടാ, വീഡിയോയിലെ വ്യക്തല്ല. നിങ്ങൾക്കറിയാലോ പുലിനെ കണ്ടായിരിക്കും എന്തൊക്കെയാ അവസ്ഥ. ആ നേരത്തെ നോക്കി നിൽക്കാനേ തോന്നുള്ളൂ, വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറക്കും. എന്നാലും ഞാൻ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗം എടുത്തിട്ടൊന്ന് സൂം ചെയ്ത് നോക്ക്. എനിക്കിനി ഇതൊന്നും തോന്നിയില്ല. കാട്ടിക്കൂടുള്ള യാത്രകളല്ലേ ആദ്യമായിട്ടാണ് ഈ സംഭവം. അപ്പൊ പിന്നെ കുറെ നേരം നോക്കി നിൽക്കാനേ തോന്നിയുള്ളൂ. ഇപ്പൊ വീഡിയോ നമ്മൾ നോക്കുമ്പോഴേ ചെറുതായിട്ട് കാണുള്ളൂ. ഞങ്ങളെ കണ്ടപ്പോഴേ തേയിലത്തോട്ടങ്ങളുടെ മേലേക്ക് കയറി പോണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലണ്ടാ, അമ്പലത്തിന് വിശേഷം പിന്നെ പറയാം. ശരിക്കും ആ വളവ് തിരിഞ്ഞു വന്നപ്പോഴേ പൊന്നാണ് കണ്ടത്. കണ്ട വഴിക്ക് അച്ഛാ പുലി എന്റെ തൊട്ട് പിന്നിൽ അവള്. എന്നിട്ട് എന്റെ തല പിടിച്ച് തിരിച്ച് ദേ പോണ്. ഞാൻ നോക്കിയപ്പോ വണ്ടിയുടെ ഏകദേശം അടുത്ത് തേയിലത്തോട്ടത്തിനിടയില് പുലിയുടെ പിൻഭാഗം ഫസ്റ്റ് കണ്ടത്. അപ്പോഴേക്ക് ഇടയിലേക്ക് മറഞ്ഞു. അവള് ശരിക്കും ഫുള്ളായിട്ട് അടുത്ത് കണ്ടു. ഞാനപ്പോൾ എന്നിട്ട് വണ്ടി ഒന്ന് സൈഡാക്കി. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് നല്ല കാഴ്ച കിട്ടി. ആളങ്ങോട്ട് മേലേക്ക് കയറിപ്പോണപ്പോ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇറങ്ങിയതിന് ശേഷമാണ് വീഡിയോ പിടിക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. വീഡിയോ സ്റ്റാർട്ട് ആക്കുമ്പോഴേക്കും ആളെ ഏകദേശം നല്ല അകലത്തിലായി. അപ്പൊ ആ അകലത്തിലുള്ള വീഡിയോ ആണ് ഇതിൽ പെട്ടിട്ടുള്ളത്. അതങ്ങനെ സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. എന്നിട്ടേ മൂപ്പരങ്ങോട്ട് മേലേക്ക് കയറി പോയിട്ടേ തിരിഞ്ഞ് ഞങ്ങളെ നോക്കി. എന്നിട്ട് ആളൊന്ന് പതുങ്ങിയിരുന്നു ഞങ്ങളെ നോക്കിയിട്ട്. ആ ഒരു ഇരിപ്പ് ഇത്തിരി നേരം ഇരുന്നിട്ട് ഞങ്ങളെ ആളെ നോക്കുന്നുണ്ടപ്പോൾ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലേക്ക് ഒറ്റ മറിച്ചില മറിഞ്ഞു. ആ ഇരിപ്പൊക്കെ എനിക്ക് വീഡിയോ പിടിക്കായിരുന്നു. പക്ഷെ ആ കയറി പോണ കുറച്ച് വീഡിയോ പിടിച്ചിട്ടേ എനിക്കപ്പം ഒന്ന് നോക്കി നിൽക്കാൻ തോന്നിയുള്ളൂ. കണ്ടതൊരു അപൂർവമായിട്ടല്ലേ, ആ നേരത്തെ നോക്കി നിൽക്കാനേ തോന്നുള്ളൂ. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒരു പേടി ഉണ്ടായിരുന്നു. ഒറ്റ കൊതുപ്പിന് ആള് വണ്ടിയുടെ അടുത്തെത്തും. അപ്പൊ ക്യാമറ പിടിച്ച് നിൽക്കാനൊരു പേടി. നമ്മളെ പിന്നെ പൊട്ടുകുറ്റി പോലത്തെ ക്യാമറ ഒന്നും ഇല്ലേ, അതന്നെ കുറച്ചും കൂടെ സൂം ചെയ്തെടുക്കായിരുന്നു. അപ്പൊ നിങ്ങൾ ആ ഭാഗം എടുത്ത് നോക്കിയാലേ ചെറുതായിട്ട് എന്തോ തേയിലത്തോട്ടങ്ങളുടെ പോണാണ്. സൂം ചെയ്താൽ കുറച്ചും കൂടി വ്യക്തമാവും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലം. അപ്പൊ അമ്പലത്തിന്റെ ചുറ്റുള്ള ഭാഗങ്ങളുണ്ടത്. പുലിനെ കണ്ട വഴി കുറച്ചും കൂടി ചെന്നെത്തുന്നത് ഈ അമ്പലത്തിനടുത്തേക്ക്. അപ്പൊ ആ തേയിലത്തോട്ടത്തിനുള്ള അമ്പലം എന്തുട്ട സീനറിയാം. അവിടുത്തെ ചെന്ന് പെട്ടെന്ന് നല്ല ടൈമാ. എന്നുവെച്ചാൽ സന്ധ്യാനേരം. ഈ സന്ധ്യാനേരത്തൊക്കെ അമ്പലത്തിന് പ്രത്യേക ഭംഗിയാണ്. അതും ഇത്ര നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള അമ്പലം നമ്മൾ പറയണ്ടല്ലോ. പിന്നെ ആ സമയത്ത് അമ്പലത്തിൽ വെച്ച് കേട്ട പാട്ടുകളും. അപ്പൊ എൻ്റെ ഇത്രയും നാളത്തെ യാത്രകളിൽ ബെസ്റ്റ് യാത്രകളൊന്നും. അപ്പൊ നിങ്ങൾക്കും ഇവിടേക്ക് വരാൻ എങ്ങനെയാ വെച്ചാലേ നേരത്തെ പറഞ്ഞ പുലയമ്പാറയില്ലേ, അവിടേക്ക് എത്താം. അവിടെ വരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പുലയമ്പാറ ഒരു ജംഗ്ഷൻ പോലെ സ്ഥലം കിട്ടും. അവിടെ 2 റോഡായിട്ട് കിട്ടും. അതിൽ സ്ട്രേറ്റ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് പോണ വഴി, റൈറ്റിലേക്ക് പോണ വഴിയാണ് നമ്മുടെ പുലിനെ കണ്ട വഴി.
ഈ വഴിയിലും അത്യാവശ്യം സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ പുലിനൊന്നും കണ്ടിന്യൂല്ല, അത്യാവശ്യം നല്ല വൈബുള്ള സ്ഥലമാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇതുകൊണ്ടൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഈ ഫോറസ്റ്റിലേക്ക് യാത്ര ചെയ്യുമ്പോഴേ അനിമൽസ് ഒന്നും കണ്ടില്ല വെച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല. യാത്ര ആസ്വദിച്ച് പോവുക, അതൊക്കെ എപ്പോഴെങ്കിലും കൺമുമ്പിൽ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുന്ന സമയമായി. ഇഷ്ടപ്പെട്ട ഒന്ന് സബും ലൈക്കും ചെയ്തിട്ടുള്ളൂ. യാത്രാ വിവരങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ താങ്ക്സ് ഉണ്ട്.